കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി കുടിശ്ശികയില്ലാത്ത വീട്ടിലെ കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ KSEB നടത്തിയത് ഗുരുതരമായ നിയമലംഘനമാണ്. ക്രിമിനൽ നടപടികളുടെ പേരിൽ വൈദ്യുതി നിഷേധിക്കാൻ KSEBക്ക് ഒരു അവകാശവുമില്ല. 15 ദിവസം മുൻപ് നോട്ടീസ് നൽകണം, ബില്ലടച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കണക്ഷൻ പുനഃസ്ഥാപിക്കണം എന്നീ വ്യവസ്ഥകളും KSEB ലംഘിച്ചിരിക്കുകയാണ്. അതിനിടെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ കണക്ഷൻ നൽകാമെന്ന KSEBയുടെ വിചിത്രവാദം കുടുംബം തള്ളിക്കളഞ്ഞു. വീട്ടിൽ കയറാതെ സമരം തുടരുകയാണ് റസാക്കും ഭാര്യയും. കറണ്ടില്ല, വെള്ളമില്ല, പ്രാഥമിക സൗകര്യം ഒരു സൗകര്യം ഇതിനകത്തില്ല. കറണ്ട് വന്നാലൊക്കെ കിട്ടും, എന്നതിന് ശേഷം ഉള്ളോട്ട് കയറുള്ളൂ. കറണ്ട് കിട്ടണം, അത് വഴിക്കുകയാണ്. ഓൾറെഡി ഞാൻ സ്റ്റോക്ക് വന്ന വ്യക്തിയാണ്. സ്റ്റോക്ക് വന്ന് കാലിനൊക്കെ തരിപ്പൊക്കെ ഉള്ള ആളാണ്. വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നിട്ടില്ല. ഇപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വരി വന്ന് കഴിഞ്ഞാൽ ഉള്ളോട്ട് കയറും. വരി വന്നിട്ടില്ല, തുടർന്ന് പോകും. ഉപദ്രവിച്ചിട്ടില്ല. ഇനി അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ പിന്നെ നമ്മൾ ഉപദ്രവിക്കില്ല. ഒരുപാട് പ്രയാസമുണ്ട് ഇങ്ങനെ ഇരിക്കണേല്. ഇപ്പോൾ ക്ഷീണമായിട്ട് പറ്റുന്നില്ല, നിൽക്കാനും എടുക്കാനൊന്നും പറ്റാതെ. ഇപ്പം ഇവിടെ സോളാറിൽ ഒരു ലൈറ്റ് ഉണ്ട് അവിടെ, അത് പിടിച്ച് അതിങ്ങനെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഞാനിങ്ങനെ കണ്ടത്. അന്നേരം എന്തിനാ ഓടിക്കുന്നത്, അതെന്തിനാ ഞങ്ങൾ എടുത്തെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി. പിന്നെ അവരെന്നെ ഉന്തി ഇവിടെ തള്ളിയിട്ട് എനിക്കിൻ്റെ പുറത്തേക്കൊക്കെ ഇത് പറ്റി, പുറത്തും പിന്നെ നടുവിനൊക്കെ പിന്നെ ഉൾക്കൊക്കെ പറ്റിക്കുക. പരാതിയിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. CK വിജയൻ കൂടുതൽ വിശദമാക്കും. CK, ഇതിപ്പോൾ മക്കളുടെ ഭാഗത്തു നിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടായാലും അതിന് എത്രയോ വഴികളുണ്ട്. പോലീസിനെ സമീപിക്കുക, നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഇതൊരു പ്രതികാരം എന്ന നിലയ്ക്കൊക്കെ കണക്ഷൻ വിച്ഛേദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ്. ഇതിപ്പോൾ എന്താണ്, എങ്ങനെ പരിഹാരമാകുമെന്നാണ് KSEBയിൽ നിന്ന് കിട്ടുന്ന വിവരം? ഈ കുടുംബം എങ്ങനെ പറയുന്നു? രണ്ട് ദിവസമായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ടോടുകൂടി, ഇന്നിപ്പോൾ ഏതാണ്ട് ഈ സമയം വരെയായി, ഇത്രയും സമയത്തിനിടയിൽ KSEBക്ക് പറ്റിയ തെറ്റിന് അവരുടെ ഈഗോ ഹർട്ടായതിന് പരമാവധി എങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നത് ആലോചിക്കുകയാണ്. അവർ തൊടുന്ന ഓരോ സ്റ്റെപ്പും അങ്ങേയറ്റം അബദ്ധജടിലമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം നിയമം പൂർണ്ണമായും കയ്യിലെടുക്കുന്ന ഒരു KSEBയാണ് നമ്മൾ കാണുന്നത്. വിചിത്രം എന്ന് പറഞ്ഞാൽ പോരാ, അത്രമാത്രം വിചിത്രമായ വാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഇനി ആരെയും ആക്രമിക്കില്ല എന്ന് എഴുതി തരണം. ഇതൊരു പൊതുസമൂഹത്തിന് കേട്ടാൽ ചിരി വരുന്ന വാദമാണ്. രണ്ടാമത്തേത്, തുടർച്ചയായി KSEBയുടെ ബില്ലടക്കാത്ത കുടുംബമാണ് എന്നത്. തുടർച്ചയായി ഏതെങ്കിലും ഒരു കണക്ഷന് ബില്ലടക്കാതിരിക്കാനാകുമോ? ആദ്യം തന്നെ അടക്കാതിരുന്നാൽ അവർ വൈദ്യുതി കട്ട് ചെയ്യില്ലേ? രണ്ടാമത് അതിൻ്റെ ഫൈൻ സഹിതം അടച്ചാൽ അത് തിരിച്ചു കൊടുത്തതോടുകൂടി അത് നിയമവിധേയമാവില്ലേ? ഇത്തരത്തിൽ സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും ബോധത്തിനും നിയമത്തിനും ഒന്നും നിരക്കാത്ത വാദങ്ങളാണ് ഇപ്പോൾ KSEB മുന്നോട്ട് വെക്കുന്നത്. അവർ ഇതുവരെ ചെയ്ത നടപടികളെല്ലാം തെറ്റായിപ്പോയി എന്ന് പരോക്ഷമായി സമ്മതിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവർ. ഇപ്പോൾ സ്വാഭാവികമായും വെള്ളം നിഷേധിക്കുന്നത് പോലെ, ഭക്ഷണം നിഷേധിക്കുന്നത് പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൈദ്യുതി നിഷേധിക്കുക എന്നുള്ളത്. സാമാന്യമായി പല വീടുകളിലും ഇന്ന് ഓക്സിജൻ ബൂത്ത് ഉൾപ്പെടെ ഉണ്ട്, പ്രായമായ ആൾക്കാർക്ക് ഓക്സിജൻ കൊടുക്കുന്നതിന് പോലും. അത്തരത്തിലൊരു ഓക്സിജൻ ബൂത്തുള്ള ഒരു വീട്ടിൽ ഒരു 24 മണിക്കൂർ നേരം വൈദ്യുതി ഇല്ലാതിരുന്നാൽ അവർ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ഘടനയുള്ള നാട്ടിലാണ് KSEB ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ തഹസിൽദാരും മറ്റും ഇടപെട്ട് അവരോട് ഇത്തരത്തിൽ അക്രമം നടത്തില്ല എന്ന് എഴുതി കൊടുക്കണം എന്നാണ്. എന്ത് നിയമസാധുതയാണ് ഉള്ളത്? സ്വാഭാവികമായും സർക്കാർ ഓഫീസുകളിൽ കയറി അക്രമം നടത്തിയതിനെ ഒരു തരത്തിലും ആരും ന്യായീകരിക്കുന്നില്ല. അതിനനുസരിച്ചുള്ള ശിക്ഷ പരമാവധി അയാൾക്ക് ലഭിക്കണം. അതിന് നടപടികൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ നിയമ ഭേദഗതി പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പാണ്. ആ വകുപ്പ് അനുസരിച്ച് കേസെടുക്കുക എന്നുള്ളതാണ് രീതി. ഇപ്പോൾ ഒരു റവന്യൂ ഓഫീസിൽ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭൂമിയുടെ തരം മാറ്റില്ല, അയാളുടെ ഭൂമി ഭാഗം വെക്കാൻ കഴിയില്ല, അതിന് സമ്മതിക്കില്ല എന്നൊക്കെ നിലപാടെടുക്കാൻ കഴിയുമോ? ഇവിടെ ഒരു നിയമ സംവിധാനമില്ലേ? അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനവും മാന്യതയും KSEB കാണിക്കുമെന്നല്ലേ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്? എന്നാൽ അത്തരത്തിൽ ഒരു കാര്യം ഈ കാര്യത്തിൽ KSEBക്ക് ഇതുവരെ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒടുവിൽ കോഴിക്കോട് ജില്ലാ കലക്ടർ വരെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ.
എന്തായാലും വളരെ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത്രയൊന്നും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകില്ലായിരുന്നു. അവർക്ക് കണക്ഷൻ കൊടുക്കണം, പിന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അതിനെ നിയമപരമായി KSEBക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇത്തരം നാടകങ്ങൾ എന്നാണ് മനസ്സിലാക്കാത്തത്. എന്തായാലും പരിഹാരം ഇനി വൈകില്ല എന്ന് പ്രതീക്ഷിക്കാം. ശരി.